എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടിവിയിലെ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വി വിട്ടിട്ട് ഏഷ്യാനിലോട്ട് ചേക്കേറുന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത്. ശരിക്കും ഉണ്ണിക്കിത് സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രതീതിയാണ്. അതായത് ഉണ്ണി ഈ മീഡിയയിലെ കരിയർ തുടങ്ങിയത് തന്നെ ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റിൽ ഏകദേശം 12 വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് എന്താ പറയുക മാതൃഭൂമിയിലേക്കും അത് കഴിഞ്ഞ് പിന്നെ റിപ്പോർട്ടർ ടി വിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഈ ഏഷ്യാനെറ്റ് തിരിച്ചു വരുന്നതിൽ ഒരുപാട് മാനങ്ങളുണ്ട്. അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ കുറേ വർഷങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ഏഷ്യാനെറ്റ് ഭരിക്കുന്ന ഒരു 4 സംഘമാണ്. അതായത് സിന്ധു സുരകുമാർ, PJ സുരേഷ്, വിനു വി ജോൺ, പിന്നെ പ്രശാന്ത് രഘുവംശം. ഈ 4 ആൾക്കാരാണ് ഈ ഏഷ്യാനെറ്റ് ഭരിക്കുന്നത്. ഈ ഏഷ്യാനെറ്റ് ശരിക്കും ആരുടെ, ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിലാണ്. ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് ആരുടേതാണ്? സാക്ഷാൽ എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുടെ ഭാര്യയുടെ ഓണർഷിപ്പിലുള്ള ഒരു ഇതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം കമ്പനിയാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽസ്. അവരാണ് ഏഷ്യാനെറ്റിൻ്റെ മിക്ക ഇതും ഷെയറും ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 2026 നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിലെ ഏറ്റവും, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു എന്താ പറയുക നല്ലൊരു കോമ്പറ്റീഷൻ നടന്നൊരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസിന് വേണ്ടി ശശി തരൂറും, 2 ടെക്നോക്രാറ്റുകളായിട്ട്, അതായത് ശശി തരൂർ ഡിപ്ലോമാറ്റാണ്, അതായത് രാജീവ് ചന്ദ്രശേഖർ ടെക്നോക്രാറ്റാണ്. ഈക്വലി ക്വാളിഫൈഡ് ആയ 2 ആൾക്കാർ മുഖത്തോട് മുഖം എന്താ ഇത് പോരടിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ എന്താ പറയുക, ചെറിയ ചുരുക്കം ചില വോട്ടുകൾക്ക്, അതായത് 15,000 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി തോൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആരാന്നറിയോ? അതായത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, സ്വന്തം മുതലാളിയെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത കമ്പനി ഏഷ്യാനെറ്റാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. ഒരു സംശയമില്ല. അവർ ഏകദേശം BJPക്കെതിരെ ചെയ്ത വാർത്തകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ മതി. 2024 ഏകദേശം ഒരു മാർച്ച് തൊട്ടിട്ട് മെയ് വരെയുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് എടുത്ത് നോക്കിയാൽ മതി. BJP മാക്സിമം കരിവാരി തേക്കുന്ന തരത്തിൽ അത് ഏഷ്യാനെറ്റ് പറഞ്ഞെന്ന് പറയോ, രാജീവ് ചന്ദ്രശേഖർ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മുതലാളിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ഉണ്ടല്ലോ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ എന്താ പറയുക ചില യൂട്യൂബ് ചാനലിലെ ചില ആൾക്കാർ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അതായത് അവർ ഈ സംഘവും RSSുമാക്കിയിട്ട് നന്നായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വിശ്വസനീയമായ ഒരു സോഴ്സ് ഞാൻ പോലും അറിഞ്ഞ വിവരം എന്താണെന്ന് അറിയാം. ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകദേശം 15,000 വോട്ടുകൾ, അതായത് കോർ RSS വോട്ടുകൾ BJPക്ക് പോൾ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലെ ഏഷ്യാനെറ്റ് കേരളത്തിലെ BJP അങ്ങേയറ്റം അപമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം ഏകദേശം ഒരു 15,000 വോട്ടുകൾ, കോർ RSS വോട്ടുകൾ, BJPക്ക് കിട്ടുന്ന വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരനെ പോൾ ചെയ്തില്ല. അത് പോൾ ചെയ്തിട്ടുണ്ടെങ്കിലോ രാജീവ് ചന്ദ്രശേഖർ പുഷ്പം പോലെ ജയിച്ചതിനെ 14,000 ചില്ലറ വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ഏഷ്യാനെറ്റ്, അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അയാളുടെ ഉടമസ്ഥയുള്ള ഏഷ്യാനെറ്റ് BJPക്കെതിരെ സ്വീകരിക്കുന്ന നിലപാട് കാരണം കേരളത്തിലെ ഹാർഡ് കോർ BJP പ്രവർത്തകർ, ഹാർഡ് കോർ RSS പ്രവർത്തകർ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ BJPക്കെതിരെ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ്, ഈ ഇലക്ഷൻ വന്നതിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖരന് ഒരു ബോധം വന്നത്. അതായത് ഇത് സീനാണ്, പണിയാണെന്ന തരത്തിലുള്ള കാര്യം ഓർമ്മ വന്നത് അതിനുശേഷം എന്താ വെച്ചാൽ, ഈ രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡൻ്റായി ഏറ്റെടുക്കുമ്പോഴല്ലോ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ BJPയും സംഘ പ്രസ്ഥാനത്തേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നതാണ്, ഇയാൾ എന്തെടുക്കാനാണ്. അതായത് ഇയാൾ നടത്തുന്ന ചാനൽ, ഇയാളുടെ ഓണർഷിപ്പുള്ള ചാനൽ ലീഡർ നിരന്തരം BJPക്കെതിരെ, കൈരളി ചാനൽ പോലും ഇങ്ങനെ BJPക്കെതിരെ പറയാറില്ല, പക്ഷേ ഇയാൾ ഓണർഷിപ്പുള്ള ചാനൽ BJPക്കെതിരെ പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്ന് കേരളത്തിലെ സാധാ BJP പ്രവർത്തകരോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇവിടുത്തെ സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് ഒരുപാട് മുറവിളി ഉണ്ടായി. അതിനുശേഷമാണ് ഇയാൾക്ക് മനസ്സിലായത്, അതായത് ബിസിനസ് വേറെ പാർട്ടി പ്രവർത്തനം വേറെ എന്നൊക്കെ മുമ്പ് പറഞ്ഞത്. പക്ഷേ ഒന്നുമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുന്നത്, അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് തീരുമാനിക്കുന്നത്, ഇതിങ്ങനെ പോയാൽ പറ്റില്ല. അതായത് ഇനി ഇവിടെ കേരളത്തിൽ, അതായത് അദ്ദേഹം ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം പറയുന്നത്, ഫസ്റ്റ് നടത്തിയ പ്രസ് മീറ്റിൽ എന്താ പറഞ്ഞെന്ന് പറയാം. അതായത് എന്നെ ഇവിടെ സാക്ഷാൽ നരേന്ദ്രമോദിയാണ് ഇവിടെ എനിക്കിങ്ങനെ അസൈൻമെൻറ്റ് തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, ഞാൻ എന്താ പറയേണ്ടത്, ഞാനൊരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ നിന്ന് വരികയാണെങ്കിലോ, അതായത് BJPയുടെ ഒരു എന്താ പറയേണ്ടത്
പുള്ളിയുടെ ഒരു കരിയർ നോക്കുകയാണ്, വേൾഡ് കരിയർ നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു ടെക്നോക്രാറ്റാണ്. ഒരു പാർട്ടിയെ നയിച്ച ശീലമില്ല, താഴെ തട്ടുന്ന ആൾക്കാരായിട്ട് ഇടപഴകിയ ശീലമില്ല. പക്ഷേ അയാൾ പറഞ്ഞെന്താണെന്നറിയോ, ഇതെനിക്കൊരു ചലഞ്ചാണ്. ശരിയാണ്, നിങ്ങൾ പറയുന്ന വരെ എനിക്ക് അങ്ങനെ താഴെ തട്ടുന്ന പാർട്ടി പ്രവർത്തകർ ഇടപഴകിയിട്ട് ശീലമില്ല. പക്ഷേ ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു. എൻ്റെ ചലഞ്ച്, എൻ്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ BJP അധികാരത്തിൽ കൊണ്ടുവരിക. ഇത് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും സുഡാപ്പികളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എടാ ഞാൻ പറയട്ടെ, ഇയാൾ ടെക്നോക്രാറ്റാണ്. ഇയാളൊരു വലിയ ഇൻ്റലിൻ്റെ ഒക്കെ ചിപ്പ് ഡിസൈനിൻ്റെ ഒക്കെ നിങ്ങൾ ഇന്നീ കാണുന്ന ഈ ടെക്നിക്കൽ റിവോല്യൂഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അയാൾക്കറിയാം എങ്ങനെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കണം, എങ്ങനെ എന്താ പറയണ്ടേ കോമൺ പീപ്പിളിൻ്റെ സാധാരണക്കാര മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം, അവരുടെ ആശയങ്ങൾ എങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റണം എന്ന് നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. അതാണ് കേരളത്തിലെ എന്താ പറയുക കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട് പ്രകാരം ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ നിയന്ത്രിക്കുന്ന കമ്പനിയാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽസ്. അതായത് ഭാര്യയാണും ഭർത്താവാണും കമ്പനി ഒരാളുടെയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി അവർ ഹോൾഡ് ചെയ്യുന്ന ഏഷ്യാനെറ്റ് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പ്രവർത്തിക്കുന്നതൊക്കെ. പക്ഷേ അതിന് നടക്കില്ല ഇവിടെ. അത് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കിയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ഏഷ്യാനെറ്റ് കൂടുതലും നന്നായിട്ട് ഈ ഇന്ത്യയുടെ സാധാരണ അവരുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ 4 വർഷം കണ്ടല്ലോ, സിന്ധു സൂര്യകുമാർ, PJ സുരേഷ്, വിനു വി ജോൺ, പ്രശാന്ത് രഘുവംശം, ഇവന്മാരൊക്കെ അടങ്ങിയ ഒരു സംഘം ഉണ്ടല്ലോ, മാക്സിമം എന്താ പറയുക BJP കിട്ടും രാജ്യത്തിനെതിരെ പണിയെടുക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. ബാക്കിയുള്ള ചാനലുകളും യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവായി നിന്നുകൊണ്ട് ഒരു പരിപാടി നടന്നില്ല. അതിനിടയിൽ ഒരു വിവാദം ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ, നാണക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒരു നാണക്കേട് ഏഷ്യാനെറ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റിൻ്റെ ചരിത്രത്തിനല്ല, ഇന്ത്യയിലെ ഒരു മുഖ്യധാര മാധ്യമത്തിലും ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടാണോ, അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വഹീ സമയ് വോ സമയ് മേ നീന്ത് മേ ഹേ. അപ്പോൾ ഈ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ഡൽഹി റിപ്പോർട്ടറായ പ്രശാന്ത് രഘുവംശം അത് പ്രസൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ആ സമയത്ത് നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നീന്തുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ചെങ്ങായാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ട് ഡൽഹി റിപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുജെ നീന്തുമേത്താന്ന് പറഞ്ഞിട്ട് ഞാൻ നീന്തുകയായിരുന്നു. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നീന്തുകയായിരുന്നു. ഇവനൊക്കെ എന്തോടാ. അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കി ഈ മയിലിനൊന്നും എന്നിട്ട് ഇതിൽ തുടരാൻ അർഹതയില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഏഷ്യാനെറ്റിലുണ്ടല്ലോ വിനു വി ജോണിനെയും പ്രശാന്ത് രഘുവംശത്തെയും സിന്ധു സൂര്യകുമാറിനെയും PJ സുരേഷ് കുമാറിനെയും ഈ 4 വർഷ സംഘം ഏഷ്യാനെറ്റ് നിയന്ത്രിക്കുന്ന ഈ 4 വർഷ സംഘത്തെയും പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ നമ്പർ 1 ചാനലാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിൻ്റെ ചാനലിൻ്റെ ഡൽഹിയിലുള്ള കഴിഞ്ഞ 20 വർഷമായിട്ട് ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പറയുന്നത് മുജെ നീന്തമേത്താന്ന് പറഞ്ഞ് ഞാൻ നീന്തുകയായിരുന്നു എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ ആ കാര്യത്തിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ 4 വർഷ സംഘം ഏഷ്യാനെറ്റിന് പുറത്തേക്ക് ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്. വൈകാതെ സുജയ പാർവതി വരും, മാതൃഭൂമിയിൽ നിന്ന് അഭിലാഷ് മോഹനും വരും, ഈ ന്യൂസ് 18 നിന്ന് മഞ്ജുഷ് ഗോപാൽ വരും, പിന്നെ ജനൻ TVയിൽ നിന്ന് ഡൽഹി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതം അനന്തനാരായണൻ പോലും ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഇനിയും BJPയുടെ മുഖമാകാൻ പോവാണ്. ഇവന്മാരെ എത്രയോ കാലമായിട്ട് ഏഷ്യാനെറ്റ് ഭരിച്ചു കിടന്ന ഈ 4 വർഷ സംഘത്തിന് ഇനി പണിപ്പാളും. എന്താ പറയുക, ഇവർ പുറത്തേക്ക് തന്നെയാണ്. വിനു വി ജോണും ഈ പ്രശാന്ത് രഘുവംശമൊക്കെ ഇനി എവിടെ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാത്തതിനായിട്ട് ഇവർ ഏത് ചാനലിലേക്ക് ചേക്കേറുന്നു. അതായത് പ്രശാന്ത് രഘുവംശമൊക്കെ എവിടെ പോകും? മുജെ നീന്തമേത്താന്ന് പറഞ്ഞാൽ നീന്തുകയായിരുന്നു റിപ്പോർട്ട് ചെയ്ത് ഇവനൊക്കെ എവിടെ റിപ്പോർട്ട് ചെയ്യും? ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ആകാംക്ഷയോടെ ഞാനൊക്കെ കാത്തിരിക്കുകയാണ് ഇവനൊക്കെ ഏത് ചാനലിൽ കയറുന്നത്, ആരാണ് ഇവനൊക്കെ ജോലി എടുക്കാന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്ത് തന്നെയായാലും കേരളത്തിലെ ഏഷ്യാനെറ്റ് പൊളിച്ചെടുക്കാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനം. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് കേരള പൊളിറ്റിക്സിൽ ഉണ്ടാവും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.